എക്സാം അടുക്കുന്തോറും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സാമിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ എക്സാം പ്രഷർ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടാകും, അയ്യോ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ഇനി ഇത്രയും പഠിക്കാനുണ്ടല്ലോ, എനിക്ക് ഇത്രയും സിലബസ് കവർ ചെയ്യാനുണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇനി എപ്പോഴാണ് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സൊക്കെ എന്നെ കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുമോ അല്ലേ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ നിറയുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകും, ഒരു സ്ട്രെസ്സ് വരും അല്ലേ. ആ സ്ട്രെസ്സ് കാരണം നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം ഇതുണ്ട് എന്നുള്ളൊരു ആവലാതി എന്നൊക്കെ പറയില്ല, ഒരു പേടിയാണ്. അപ്പോൾ ആ പേടിയോടുകൂടി നമ്മൾ എത്ര നമ്മൾ ആഗ്രഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പേടി നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ ആ ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കാം പല മക്കളും ഇപ്പോൾ നമ്മൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജ് ആയിക്കോട്ടെ, എന്തെങ്കിലും വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസ് ആയിക്കോട്ടെ, എപ്പോഴും പല മക്കളുടെയും കമൻസ് ഉണ്ടാവാറുണ്ട്. മിസ് ഒരു സ്റ്റഡി ചാലഞ്ച് തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് പഠിക്കാൻ പറ്റുമോ, ഞങ്ങളിത് പഠിച്ചാൽ തീർക്കുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനം തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയത്തിൽ നമ്മളോട് ഒരാൾ പറയാണ് ഈ പഠിച്ചാൽ തീരും, നീ പഠിച്ചു തുടങ്ങിക്കോ, ഒക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സമാധാനം കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു സമാധാനത്തോട് കൂടിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേടി നമുക്കൊന്ന് കുറച്ച് കുറഞ്ഞിട്ടും ഉണ്ടാവും, നമുക്ക് വേഗം തന്നെ പഠിച്ചെടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിരിക്കും നമ്മളുടെ എക്സാമിനറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ടെൻഷനും പേടിയും ഒക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം നമ്മൾ പേടിച്ചിരിക്കാതെ നമുക്കിനി എന്ത് ചെയ്യണം നോക്കുക. നമ്മൾ എത്രത്തോളം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പഠിക്കാത്ത ആൾക്കാർക്കായിരിക്കും ഈ ടെൻഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിതിങ്ങനെ പഠിക്കണമല്ലോ എന്ന് ചിന്തിക്കാതെ നമ്മൾ വേഗം കൊണ്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അങ്ങനെ വേണ്ടി നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ യൂട്യൂബിലൊക്കെ പോയിട്ട് ക്ലാസ് കാണുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ മറ്റ് കാര്യങ്ങളുണ്ടാകും. നമ്മൾ വിചാരിക്കും ഇതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കാണാം എന്ന് കരുതുമ്പോൾ നമ്മുടെ സമയമാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ക്ലാസ്സുകൾ ഉണ്ടാകും. അത് മാത്രമല്ല ഇപ്പോഴത്തെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടാണുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും അവൈലബിൾ അല്ല. അപ്പം നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാറിയ സിലബസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ വർക്ക്ഷീറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ. അത് മാത്രമല്ല നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ചാപ്റ്റർ നിങ്ങൾ വേഗം നിങ്ങൾ ചാപ്റ്റേഴ്സ് കണ്ട് പഠിച്ച് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. അതും കൂടെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതൊന്നുമല്ല മിസ് ഇപ്പോഴും ഞങ്ങൾക്ക് ശരിക്കും ഒരു സപ്പോർട്ട് വേണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഓക്കെ ഒരു 20 days സ്റ്റഡി ചാലഞ്ചുമായിട്ട് നമ്മളുടെ എക്സാമിനർ വരുന്നുണ്ട് തിങ്കളാഴ്ച. ഓക്കെ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് സമാധാനത്തോടു കൂടി പഠിക്കാൻ തുടങ്ങണം, അതിന് നിങ്ങൾക്കൊരു സ്റ്റഡി ചാലഞ്ചാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ 20 days സ്റ്റഡി ചാലഞ്ചാണ് നമ്മൾ മൺഡേ നമ്മൾ ലൈവിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല എൻ്റെ കുട്ടികൾക്ക് ഒരു സർപ്രൈസ് കൂടെ തിങ്കളാഴ്ചത്തെ ലൈവിൽ ഉണ്ടാകും. അപ്പം ഈ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ സ്ട്രെസ് എടുത്ത് ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് മൺഡേ ഈ ഒരു സമയത്ത് നടക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റഡി ചാലഞ്ച് എൻ്റെ കുട്ടികൾ മിസ്സാക്കാതിരിക്കുക. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും അല്ലേ. കാരണം നമുക്ക് ഇനി സമയമില്ല, നമ്മളുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ആ ഒരു സർപ്രൈസ് എന്താണെന്ന് അറിയാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആൻഡ് 20 days സ്റ്റഡി ചാലഞ്ചിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മൺഡേ കാണാം.